നമസ്കാരം, നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാൾ റൌണ്ട് എബൌട്ടിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ബൈക്കിൽ ഇടിച്ച ആംബുലൻസ് എതിർദിശയിൽ വന്ന മറ്റൊരു വാഹനത്തിലും ഇടിച്ചാണ് നിന്നത്. ഞായറാഴ്ച വൈകിട്ട് 3:30യോടെയായിരുന്നു അപകടം. പൊന്നാനിയിൽ നിന്നും രോഗിയുമായി എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് ആയിരുന്നു അപകടത്തിൽപ്പെട്ടത്. എടപ്പാൾ നീലാഞ്ചനം വീട്ടിൽ 23 വയസ്സുള്ള നിരഞ്ജനാണ് പരിക്കേറ്റത്. പട്ടാമ്പി റോഡിലേക്ക് കയറുന്ന ഭാഗത്തെ ഡിവൈഡറിന് മുന്നിലായിരുന്നു അപകടം. ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ നീരജിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിൽ ഇടിച്ച ആംബുലൻസ് പട്ടാമ്പി റോഡിലൂടെ വന്ന ഓട്ടോ ടാക്സിയിലും ഇടിച്ചു. ഈ വാഹനത്തിനും ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. ആംബുലൻസ് ഡ്രൈവർക്കും ഓട്ടോ ടാക്സി ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു. ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം ഒഴുകിയെത്തി. കിഴക്കമ്പലം കിറ്റെക്സ് കമ്പനി ജീവനക്കാരൻ അൻതനൂഷ് എന്നയാളാണ് മരിച്ചത്. അതിഥി തൊഴിലാളിയാണെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി ഭാഗത്ത് മീൻ പിടിക്കാനായി വലവീശിക്കൊണ്ടിരുന്ന ആളുകളാണ് മൃതദേഹം ഭാരതപ്പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടത്. ഇതിനെ തുടർന്ന് ഇവർ വലവീശുകയും വലയിൽ കുടുങ്ങിയ മൃതദേഹം അതിശക്തമായ ഒഴുക്കിനെ തുടർന്ന് വല പൊട്ടിച്ച് ഒഴുകിപ്പോകുകയുമായിരുന്നു. തുടർന്ന് ചെറുതുരുത്തി CI കെ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വാർഡംഗം രാജീവ് സോന, ഷൊർണൂർ അഗ്നിരക്ഷാ വിഭാഗത്തിലെ ഓഫീസർ ഷാഹിദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ബോട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. തുടർന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് വൈകിട്ട് 7 മൃതദേഹം കണ്ടെത്തിയത്. 30 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹത്തിൽ നിന്നു കണ്ടെത്തിയ ID കാർഡിൽ നിന്നാണ് പേരും ജോലിസ്ഥലവും മനസ്സിലാക്കിയത്. കരയ്ക്കെത്തിച്ച മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. CCTV ന്യൂസ് തളി. പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പിയിൽ UDFന്റെ പ്രതിഷേധം. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും തുടരുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും UDF ആവശ്യപ്പെട്ടു. പട്ടാമ്പി പാലം ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാലം തുറന്നുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അധികൃതർ നിസ്സംഗത മനോഭാവം പാലിക്കുകയാണെന്നാണ് UDFന്റെ ആരോപണം. പ്രതിഷേധ പരിപാടിയുടെ മുന്നോടിയായി മേലെ പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നിന്നും പ്രകടനവും ഉണ്ടായിരുന്നു. പട്ടാമ്പി പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദ പരിശോധന ഉടൻ പൂർത്തിയാക്കുക, യാത്ര ദുഷ്കരമായ സാഹചര്യത്തിൽ പാലം ഉടൻ ഗതാഗതയോഗ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. DCC എക്സിക്യൂട്ടീവ് അംഗം KR നാരായണസ്വാമി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു ദുരന്ത ഭൂമി പോലെ പട്ടാമ്പിയിലെ കടകൾ തുറക്കാൻ പറ്റാതെ പട്ടാമ്പിയിലെ ആളുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ് ഇന്ന് പട്ടാമ്പിയുടെ ദുർഘട അവസ്ഥ എന്നുള്ളിടത്താണ് ഐക്യജനാധിപത്യ മുന്നണി 6ാം ദിവസമായിട്ടും പാലത്തിലൂടെ അതിന്റെ ബലപരിശോധന നടത്താൻ കഴിയാത്ത അധികാരവർത്തികളുടെ നിഷ്ക്രിയതയെ ചോദ്യം ചെയ്യുന്നതിനാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്താണ് അവസ്ഥ? നഗരസഭ എന്നൊന്നുണ്ടോ? നഗരസഭയിൽ ഒരു ചെയർമാൻ ഉണ്ടോ? നഗരസഭയിൽ മറ്റംഗങ്ങളുണ്ടോ? നഗരസഭ അവിടെ ഉറക്കം തൂങ്ങിക്കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. പട്ടാമ്പിയിൽ ആദ്യം ഒരു പ്രശ്നമുണ്ടായാൽ പട്ടാമ്പി നഗരസഭ ഉന്നതമായ അധികാരികളെ വിളിച്ചുണർത്തിക്കൊണ്ട് അടിയന്തരമായി പരിഹാരം കാണേണ്ട ആദ്യത്തെ ശക്തി പട്ടാമ്പി നഗരസഭയാണ്. നഗരസഭ ഉറക്കം തൂങ്ങിക്കിടക്കുന്നു. പിന്നെ രണ്ടാമത് വേണ്ടതോ പട്ടാമ്പിയുടെ MLA ജനപ്രതിനിധി. ആ MLA ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി പോകുകയല്ലാതെ ഇതിനാത്മാർത്ഥമായി 8 കൊല്ലം കൊണ്ട് പുതിയ പാലം പുതിയ പാലം പുതിയ പാലം എന്ന് പ്രസംഗിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതല്ലാതെ എവിടെയാണ് പുതിയ പാലം? ഞാൻ നിങ്ങൾ കാണുന്നുണ്ടോ? പട്ടാമ്പി 67 നിർമ്മിച്ച ഈ കോസ്വേ അന്നുണ്ടായിരുന്ന വാഹനങ്ങളല്ല. CA അധ്യക്ഷനായിരുന്നു. KPCC അംഗം റിയാസ് മുക്കോളി, ഉമ്മർ കിഴായൂർ, KP റസാഖ് മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിനായി സ്വരൂപിക്കുന്ന ഫണ്ടിലേക്ക് നന്മയുടെ നാണയങ്ങൾ നൽകി 6 വയസ്സുകാരി മാതൃകയായി. ചാലിശ്ശേരി അങ്ങാടി തോലത്ത് വീട്ടിൽ അനീഷ് അക്ഷര ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത മകളാണ് അഷിൻ.
അശ്വിനും അനുജൻ 4 വയസ്സുകാരൻ അഖിനും സ്വരൂപിച്ച പണമാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം ടിവിയിൽ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ തകർന്നു പോയ കാഴ്ചകൾ കൊച്ചുമിടുക്കിയെ വേദനിപ്പിച്ചിരുന്നു. ഓണത്തിന് പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങുവാൻ മാറ്റിവെച്ച തുക വീട് നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായ താമസ സ്ഥലം ഉണ്ടാക്കുന്നതിന് കൊടുക്കാം എന്ന് പറഞ്ഞു. കൊച്ചുമക്കളുടെ ആഗ്രഹപ്രകാരം കുടുംബം ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന 25 വീടുകളുടെ നിർമ്മാണ ഫണ്ടിലേക്ക് സമ്പാദ്യം കൈമാറി. ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, സെക്രട്ടറി TP ഷഫീഖ് എന്നിവർ ചേർന്ന് അശ്വിനിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. ചാലിശ്ശേരി GLP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അശ്വിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും ഗ്രാമത്തിലെ വലിയ സമൂഹത്തിന് പ്രചോദനമാവുകയാണ്. വള്ളൂർക്കര വാഴക്കൂടിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി തെങ്ങ്, വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് വളവ്, കോക്കിരിക്കുണ്ട്, വാഴക്കൂട്, ഇന്ദിരാജി നഗർ തുടങ്ങിയ മേഖലകളിലാണ് തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാനിറങ്ങിയത്. വാഴ, തെങ്ങ്, പന, മാവ്, പ്ലാവ് ഉൾപ്പെടെയുള്ളവ കുത്തിമറിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോക്കൂരിക്കുണ്ട് ചെരുവിൽ വീട്ടിൽ സുമതിയുടെ വീടിനടുത്തുവരെ എത്തിയ കാട്ടാന പന മറച്ചിടുവാനുള്ള ശ്രമവും നടത്തി. തിങ്കളാഴ്ച 4 മണിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ടോർച്ചടിച്ചു നോക്കിയപ്പോഴേയും കാട്ടാന പോയിരുന്നു. പരിഭ്രാന്തിയിലായ വീട്ടുകാർ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചു. കാട്ടാനയെ ഭയന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ആനകൾ എപ്പോഴാണ് ഇറങ്ങി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളത് എന്തായാലും സംവിധാനം സർക്കാർ ചെയ്തു തരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം വെച്ചാൽ ആന ഇപ്പോൾ തുരങ്കം വഴിയാണ് ആന വരുന്നതെന്ന് തന്നെ പറയുന്നത്. തുരങ്കം തുറന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയാണ് ഇവിടെ ജീവിക്കാൻ. കാരണം ഞങ്ങൾ കാടിൻ്റെ അടിപൊളിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇതുണ്ട്, സുരക്ഷ ഇല്ല എന്നാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രിയായി ഉറങ്ങാനുള്ളൊരു പേടിയാണ്. പിന്നെ വാഴകൾ പോയിട്ടുണ്ട്, ആൾക്കാരെ വാഴകൾ പോയിട്ടുണ്ട്, പിന്നെ തെങ്ങ്, അതുപോലെ തന്നെ സകലത്ര മരങ്ങളും കാര്യങ്ങളും എല്ലാതായിട്ടുള്ള ഒരുപാട് യന്ത്രവഴിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ നശിപ്പിച്ച് ഒക്കെ നാശമായി കണ്ടിട്ടുണ്ട്. താത്താടെ വീട്ടത്തൊക്കെ വലിച്ച് പറിച്ച് തൊരുക്കിയിട്ട് ഇട്ടേക്കണു. അങ്ങനെ വരവാണ് ഇതിലിറങ്ങി ഇങ്ങോട്ട് വന്നേക്കുന്നത്. അവിടെയാണ് മുമ്പ് ഇറങ്ങിയേക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. വല്ലപ്പുഴ മാട്ടായിയിലെ റോഡ് തകർച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് ഇടപെട്ടാണ് സമരം അവസാനിപ്പിച്ചത്. വല്ലപ്പുഴ പഞ്ചായത്തിലെ വല്ലപ്പുഴ യാറം മാട്ടായ റോഡിന്റെ തകർച്ചയ്ക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരുന്നു പ്രതിഷേധം ഒരുക്കിയത്. തകർന്ന റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായ സാഹചര്യത്തിലായിരുന്നു യുവാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം ഉണ്ടായത്. റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാക്സിമം 25 കൊല്ലത്തിന്റെ മുകളിലായി ഈ മാട്ടായ റോഡും ഒരു ഫണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, അതായത് ഇവിടെ ഫണ്ട് ഉപയോഗിച്ച് മാട്ടായ യാറിട്ട് എറണാകുളം വരെയുള്ള റോഡ്, അതിനിടയിൽ 15 കൊല്ലം മുന്നേ CP ഫസ്റ്റ് കയറിയതിനു ശേഷം ഒരു 700 മീറ്റർ ടാറിംഗ് ആണ് നമുക്ക് ഈ മാട്ടായ റോഡിന് കിട്ടുന്നത്. വേറെ ഇതുവരെ ഈ റോഡിന്റെ മുകളിൽ ഒരു ഫണ്ട് ഉപയോഗിക്കാത്തൊരു ഭരണസമിതിയും ഗവൺമെന്റാണ് ഇവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ മാട്ടായാറ് ടു കൃഷ്ണദാസ് സ്കൂൾ വരെ ഒരു MLA ആയാലും ശരി, MP ആണെങ്കിലും ശരി, ഒരു ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്കും കുട്ടികൾക്കും സ്കൂൾ 2 കിലോമീറ്റർ ഒരു ഗതാഗതം വളരെ ക്ലിയർ ആക്കി തരണമെന്ന് മാന്യമായി. എന്റെ അമ്മക്ക് സുഖമില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. ഞെരങ്ങി മൂളിയിട്ട് ഇവിടുന്ന് ഒരു രോഗിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ മാട്ടായിന്ന് യാറം വരെ എത്തി കിട്ടുമ്പോഴത്തിന് ആ രോഗിയുടെ ആരും പാടില്ല, ഒരു ഗർഭിണികളാരും പാടില്ല. റോഡ് പറ്റ പിന്നെ കൊളായിട്ടാണ് കിടക്കുന്നത്. സ്ഥിരം പോണ റൂട്ടാണ്. ഒരു വണ്ടി വിളിച്ചാൽ പെട്ടെന്ന് വരുന്നില്ല. അങ്ങനെയാണ് പോയി വരച്ച് നല്ല ഇടങ്ങറാണ്. ഭയങ്കര സ്വീപ്പാണ്. അത് കാരണം ഇപ്പോൾ പെട്ടെന്ന് ചെയ്തു തന്നാലും അത്രയും നല്ലത്. റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയ സമരം പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തി. യാത്രക്കാരും നാട്ടുകാരും തമ്മിൽ ഇതേ വാക്കേറ്റത്തിനും സാഹചര്യമൊരുക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റേ ഒരു ഗർഭിണിയൊക്കെ കൊണ്ടാടുന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ റോഡിന്റെ. പിന്നെ അതുമല്ല വണ്ടികൾക്ക് പെട്ടെന്ന് ഡാമേജായി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നികുതിയും കാര്യങ്ങളെല്ലാം കെട്ടിയിട്ട് കഴിയുന്ന ആൾക്കാരാണ്. ഒരു ശ്രദ്ധയും പഞ്ചായത്ത് പ്രസിഡന്റ് നോക്കുന്നില്ല, മെമ്പറും നോക്കുന്നില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തുകയായിരുന്നു. തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംസാരിക്കാവുന്ന ആരെങ്കിലും ഒരു 4 ആൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ടല്ലെങ്കിൽ പിന്നെ എത്ര ദിവസം കൊണ്ട് പറയില്ലെങ്കിൽ ഞാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സഹകരണം ഞങ്ങളുടെ ഭാഗത്തോട്ടാണ്. ഞാൻ
ഇപ്പോ ഇത് സൂചന മാത്രമാണെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. മാട്ടായിലുള്ള യുവാക്കള് ഇറങ്ങി തിരിച്ചൊരു പ്രതിഷേധത്തിന്റെ രൂപമാണ് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏകദേശം 4 വർഷത്തോളം ഈ റോഡിന്റെ ശോചനീയാവസ്ഥ. ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്, പഞ്ചായത്തിൽ പോയി സംസാരിച്ചിട്ടുണ്ട്, മെമ്പർമാരോട് സംസാരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പരിഹരിക്കുമെന്നുള്ള ഒരു നിർദ്ദേശമല്ലാതെ ഒരു തരത്തിലുള്ള പണികളും ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ഇതൊരു സൂചനാ സമരമാണ്. നമ്മുടെ നിയമപാലകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഞങ്ങളോട് പറഞ്ഞു ഈ റോഡ് തടയുന്നത് അവസാനിപ്പിക്കണം, അതിന് ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇത്തരത്തിൽ തന്നെയാണ് പഞ്ചായത്തും അതുപോലെ തന്നെ ഭരണസമിതിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും വലിയ പ്രതിഷേധങ്ങളുമായിട്ട് ഈ നാട്ടിലെ യുവാക്കള് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രംഗത്തേക്ക് വരുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം അടിയന്തരമായി പാതയിലെ കുഴികൾ കോറിപ്പടി ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. റോഡിന്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും എന്നാൽ പല സാങ്കേതിക പ്രശ്നങ്ങളാലും പ്രവൃത്തികൾ നീളുകയായിരുന്നുവെന്നുമാണ് വിശദീകരണം. കുളത്തിന്റെ ആഴക്കയത്തിൽ മുങ്ങിത്താഴുന്ന അമ്മയെയും ചേച്ചിയെയും രക്ഷിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീകാന്തിന് നാടിന്റെ അഭിനന്ദന പ്രവാഹം. തിരുമിറ്റക്കോട് ഒഴുവത്ര വടക്കത്ത് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ 14 വയസ്സുള്ള ശ്രീകാന്ത് 2 ദിവസം മുമ്പ് തന്റെ അമ്മ രമ്യ, അമ്മാവന്റെ മകൾ സന്ധ്യ എന്നിവരെ കുളത്തിൽ മുങ്ങിത്താഴുന്നതിനിടെ രക്ഷിച്ചിരുന്നു. തിരുമിറ്റക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ ശ്രീകാന്തിന്റെ വീട്ടിലെത്തി മൊബന്റോ കൈമാറി അഭിനന്ദിച്ചു. CPM ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി വി ഉണ്ണികൃഷ്ണനും ശ്രീകാന്തിന്റെ വസതിയിലെത്തി അഭിനന്ദനം അറിയിച്ചു. CCTV ഉൾപ്പെടെയുള്ള വാർത്താമാധ്യമങ്ങൾ സംഭവം വാർത്തയാക്കിയതോടെ കൊച്ചുമിടുക്കനെ തേടി നാടിന്റെ അഭിനന്ദനം എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഞങ്ങളുടെ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ അമ്മയും സഹോദരിയും കുളിക്കാൻ വേണ്ടി ഈ അടുത്തുള്ള കുളത്തിൽ പോവുകയും അവർ കുളത്തിലെ ഒഴുക്കിൽപ്പെടുകയുണ്ടായി. ആ സമയം അത്ഭുതകരമായി തന്നെയാണ് നമ്മുടെ ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ഒഴുക്കിൽപ്പെട്ട അവൻ്റെ അമ്മയെയും സഹോദരിയെയും രക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ശ്രീകാന്ത് ഇന്ന് ഞങ്ങളുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ്. ഈ ധീരമായ ഇടപെടൽ നടത്തിയ ശ്രീകാന്തിനെ ഈ അവസരത്തിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് യുവജന സംഘടന ഡിവൈഎഫ്ഐ 25 വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ധനസഹായ സമാഹരണത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി അങ്ങാടി പടിഞ്ഞാറേമുക്ക് യൂണിറ്റ് ടീം ചലഞ്ച് സംഘടിപ്പിക്കുന്നു. അങ്ങാടി കല്ലുംപുറം സെന്ററിൽ 2 മണിക്കൂർ സമയം ചെലവഴിച്ച് നടത്തിയ ചായ വിൽപ്പനയിലൂടെ 6500 രൂപ സ്വരൂപിച്ചു. സ്ക്രാപ്പ് കളക്ഷനിൽ യാക്കോബായ സുറിയാനി പള്ളി, പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റി, കാസ്കോ ക്ലബ്ബ്, നാട്ടുകാരും സ്ഥാപനങ്ങളും പങ്കാളികളായി. ഗ്രാമം നൽകുന്ന പിന്തുണയ്ക്ക് ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, സെക്രട്ടറി TP ഷിഫീഖ് എന്നിവർ നന്ദി പറഞ്ഞു. നന്മ പ്രവർത്തനത്തിലുള്ള ചലഞ്ചിൽ നിരവധി പേർ പങ്കാളികളായി. ഡിവൈഎഫ്ഐയുടെ 25 വീട് നിർമ്മാണ ക്യാമ്പയിൻ ധനസഹായ സമാഹരണ പരിപാടിക്ക് ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, അനീഷ്, സുവിൻ, അശ്വിൻ, അഭിനവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടാമ്പി പാലം സുരക്ഷിതമാക്കി യാത്രാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് INTUC തൃത്താല മണ്ഡലം പ്രസിഡന്റ് അലി പൂവത്തിങ്കൽ ഉപവാസ സമരം നടത്തി. പാലത്തിന്റെ തൃത്താല ഭാഗത്തായിരുന്നു സമരം സംഘടിപ്പിച്ചത്. യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്ത് പട്ടാമ്പി പാലം സുരക്ഷിതമാക്കി യാത്രാ സൗകര്യം ഒരുക്കുക, പുതിയ പാല നിർമ്മാണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INTUC തൃത്താല മണ്ഡലം പ്രസിഡന്റ് അലി പൂവത്തിങ്കലിന്റെ നേതൃത്വത്തിൽ പാലത്തിന് മുകളിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. പാലത്തിലെ തൃത്താല ഭാഗത്തായിരുന്നു സമരം. രാവിലെ 9 മണി മുതൽ സമരം ആരംഭിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി വി അബ്ദുൾകുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും ഉൾപ്പെടെയുള്ള പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മുഴുവൻ യാത്രകളും ആ യാത്ര നടത്തിയിരുന്നത് പട്ടാമ്പി പാലത്തിലൂടെയാണ്. നിരവധിയായ വാഹനങ്ങൾ ഏക ആശ്രയം പട്ടാമ്പി പാലമാണ്. ആ പാലം ഇത് 3ാം തവണയാണ് പ്രളയത്തിന് ഇരയായിക്കൊണ്ട് കേടുപാടുകൾ സംഭവിക്കുന്നത്. ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യവും 18-ലും 19-ലും ഒക്കെ നടന്ന പ്രളയത്തിലും ഇതുപോലെ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അടച്ചിടേണ്ട സാഹചര്യമുണ്ടായി. അന്ന് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത് ഇത് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് ഇത് കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇവിടെ പുതിയൊരു പാലത്തിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്ത് അതിന്റെ തറക്കല്ലിടൽ വരെ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. OK ഫാറൂഖ്, കബീർ, റിയാസ് മുക്കോളി, KR നാരായണസ്വാമി, CR റാസി,
കെ ബഷീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പാലം വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കുവാൻ വൈകുന്നത് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും അലി പൂവത്തിങ്കൽ പറഞ്ഞു. ഈ കൈവരികൾ നേരാക്കാൻ 1-2 ദിവസം മതി. അതിനുള്ള ഒരു മുൻകരുതലും അതിനുവേണ്ട നടപടികളും ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അതിനെതിരെ പ്രതിഷേധമാണ് ഞാൻ ഒരു ദിവസത്തെ INTC തൃത്താല മണ്ഡലം INTC പ്രസിഡന്റായ ഞാനിവിടെ ഉപവാസം ഇരിക്കുന്നത്. കാരണം ഇനിയെങ്കിലും ഉദ്യോഗസ്ഥന്മാരിത് അറിയണം. ജനങ്ങൾ എത്രയൊക്കെ കാണും, നിങ്ങൾ കാണില്ല, ആയിരക്കണക്കിന് കുട്ടികളും ജനങ്ങളും ഒക്കെ പോകുന്ന ഒരു സ്ഥലം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാതെ ബുദ്ധിമുട്ടിക്കുക ജനങ്ങൾ. എത്രയോ 5 ദിവസമായി ഒരു വരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് എല്ലാം ഫുള്ളായിരുന്നു. അതുകൂടി ചെയ്യാതെ ജനങ്ങളെ തീർത്തും ബുദ്ധിമുട്ടിക്കുക, വിഡ്ഢികളാക്കുക, ജനങ്ങൾക്ക് ഒരു ബലം കൽപ്പിക്കാത്ത ഒരു ഭരണകൂടമാണ്, അതേപോലെ ഭരണാധികാരികളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതിനെതിരെയാണ് ഇന്ന് എന്റെ ഈ ഉപവാസ സമരം. ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യവുമായി UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും ഉപവാസ പന്തലിൽ എത്തിയിരുന്നു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.